രാവിലെ തന്നെ നീച്ച് എനിക്കൊരു ട്രെക്കിംഗ് വേണം പറഞ്ഞ് അജ്മലിന്റെ ഒരു മല, അജ്മലിന്റെ അടുത്തുള്ള ഒരു മല കയറാൻ പോവാണ്. എന്നിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും ബ്ലോഗിൽ വിട്ടിട്ടുണ്ടാവില്ല. കോടുണ്ടായിരുന്നു അവിടെ. ഇനി ആവില്ല. ഫുൾ ഓൺ പവർ. ഓഫ് റോഡ്. സ്ഥലമൊക്കെ ആകെ മാറി. ഇതൊക്കെ മരൊക്കെ വെട്ടി. പിന്നെ ഫുൾ ഓൺ. പിന്നെ റീൽസിൽ വന്നാലോ നമ്മളങ്ങനെ പകുതി കയറിക്കണു. പാറമ്മ ഇരുന്നിക്കണു. മറ്റേ 2 തടിയന്മാര് കയറി വരുന്നുണ്ട്. ഇവിടെ എന്തോ പുതിയ ഫാം പോലത്തെ എന്തോ സെറ്റപ്പ് വന്നിക്കണു. ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഗൈസ്. പോത്തല്ല, പന്നി ഫാം. പിഗല്ലേ? പിഗ് തന്നെ അറിയാം. പന്നിക്ക് പിഗലറിയാം. പന്നിന്റെ കുട്ടിക്ക് സോന്നാ പറയാ. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തണുത്ത മഴ. ഇവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. നല്ല കോടൊക്കെ ഉണ്ട്. വന്നപ്പോ ഫുൾ വ്യൂ കണ്ടിരുന്നു. അങ്ങോട്ടും മറിയണ്ട ഇങ്ങോട്ടും മറിയണ്ട. അടിക്കണ്ട വെള്ളം. ചേത്താൻ പറ. അതല്ലടാ ഫൈം എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ? കേട്ടില്ല, ഒന്നുകൂടി. മൻസാദ് വളരെ മനോഹരമായ പ്രകൃതിയാൽ നിറഞ്ഞ ഒരു പക്ഷെ ചില പാറകൾ എന്നാണ് ഗൈസ് സംഭവം. ഈ വ്ളോഗിനൊരു കണ്ടിന്യൂറ്റി ഇല്ല എനിക്കറിയാം. കാരണം എന്താ വെച്ചാ കൺസിസ്റ്റൻസി. ഞാൻ കുറേ ദിവസമായി വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം മറന്നു പോവാണ്. അപ്പോൾ അതാണ് ഞാൻ എല്ലാ ഇതിലും പെടാത്തത്. അതാണ് പ്രശ്നം. ഇവിടെ കുറെ റബ്ബർ ഉണ്ടപ്പോ നമ്മളെ ടോക്കിംഗ് സബ്ജക്ട് റബ്ബർ ആയിക്കോളും ഗൈസ്. നമുക്കില്ല ഗുഡ്സ് ആണ് തോന്നുന്നത്. നമ്മളങ്ങനെ യാത്ര തിരിച്ചു അജ്മലിന്റെ വീട്ടിൽ നിന്ന്. അൻസാദ് ആർടി ഓഫീസിൽ പോയി ഓന്റെ ഇന്റർനാഷണൽ ലൈസൻസ് വാങ്ങും. എന്നിട്ട് ഇവര് നേരെ പോവും. ഫൈമ് അങ്ങനെ അങ്ങോട്ട് എടത്തനാട്ടരക്ക്, ഞാൻ എന്റെ വീട്ടിക്ക് അങ്ങനെ വർക്കല അങ്ങനെ പോവും. അതിന് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കിട്ടി. പക്ഷെ നമ്മളൊരു ലോക്കായി. അതായത് കളക്ടറേറ്റും എല്ലാം ഒരുമിച്ചായോണ്ടേ അവിടെ എന്തോ ഒരു പാർട്ടി പരിപാടി എന്തോ നടക്കാണ്ടാ തോന്നുന്നു. ഗേറ്റ് അടച്ചു. അപ്പൊ നമ്മള് ചുറ്റി വളഞ്ഞ് ഈ കൂടെയൊക്കെയാണ് പുറത്തേക്ക് ചാടണേ. അങ്ങനെ ഇവര് ടാറ്റ പറയാനായി. ഞാൻ പറഞ്ഞു പ്രോബ്ലം ഇതിനാണ് ഒരു ഗേറ്റ് അടിച്ച് നമ്മൾ എത്ര ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണേ. നമ്മൾ എത്ര കാലം ചുറ്റി വളഞ്ഞു പോകും. ഏതോ കേൾക്കാത്ത പാർട്ടിയാണ്. ഏതാണോ